ഹലോ എടാ റാസ്കൽ, നിനക്ക് അറിയാന്നല്ലടാ ഇന്ന് ക്രിസ്മസ് ആയത് കാരണം ഞാൻ കൊട്ടേഷൻ ഒന്നും എടുക്കത്തില്ല. ആ ഓക്കെ വെച്ചാര് ആ ഓക്കെ. മേഗുണ്ട എവിടെ കിടക്കുന്നു? എവിടെ അല്ലെന്ന് ഇവിടുത്തെ മേഗുണ്ടാണല്ലേ? ഞാനാണ് മെയിൻകുണ്ട. ഞാൻ മെയിൻകുട്ടിയാണ്. എന്നെ മനസ്സിലായ? ഇല്ല, ആരാണ്? എന്റെ പൊന്നു ചേട്ടാ, ഞാനാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള തിരക്കഥാകൃത്ത് പ്രൊഫസർ കൊട്ടിയം കുട്ടപ്പൻ. എന്റെ അച്ഛനത്തെ കടമ വായിച്ചു കാണും. വായിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. 30 സെക്കൻഡ് കയറ്റിയൊക്കെ ഉള്ള കോമഡി അത്. എന്റെ പൊന്നെ, അതല്ല ചേട്ടാ. പിന്നെ ഞാൻ വന്ന കാര്യം ഒരു ഗുണ്ടാ താവളത്തിലേക്ക് കയറി വരുമ്പം അതിൻ്റെതായിട്ടുള്ള പരിശോധന ഉണ്ട്. എന്തോന്ന്? അവിടെ നിൽക്ക്. എന്റെ പൊന്നു ചേട്ടാ, എന്റെ തോക്കും ബോംബൊന്നും ഇല്ല. തോക്കും ബോംബൊക്കെ എനിക്ക് കോപ്പ അവിടുന്ന്. എടാ ക്രിസ്മസ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഒരു ഫുള്ളൊക്കെ ആയിട്ട് വരണ്ട. നമുക്ക് ഇവിടെ അടിച്ചു കഴിക്കത്തില്ലായിരുന്നു. നമുക്കിത് കഴിച്ചിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമല്ലോ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഗുണ്ടകളെ വെച്ചൊരു സിനിമ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ നീ ക്യാമറ വെച്ചല്ലേ ഇപ്പൊ സിനിമ പിടിക്കുന്നേ? അടുത്ത 30-നകത്തുള്ള കൗണ്ടർ അടിക്കുന്ന എന്റെ പൊന്നെ അതല്ലത്. പിന്നെ ഞാൻ ഗുണ്ടകളെ വെച്ചൊരു സിനിമ, അതായത് വെറൈറ്റി ആയിട്ടുള്ള കൊട്ടടിച്ചിട്ടുള്ള ഗുണ്ടകളെ വെച്ച് ഒരു സിനിമ അങ്ങോട്ട് നിർമ്മിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും അതിന് നായകനാകാൻ ആപ്റ്റ്. പറഞ്ഞു തെളിവില്ലാതെ വരെ ഞാൻ കൊന്നിട്ടുണ്ട് ആൾക്കാരെ. തെളിവില്ലാതെ കൊല്ലാൻ പറ്റുന്ന പറ. ഈ റാവുത്തറിന് കേട്ടോ? റാവുത്തർ പുള്ളിനെ ഞാൻ തെളിവില്ലാതെ കൊന്നതാ. അതെങ്ങനെ തെളിവില്ലാതെ കൊല്ലുന്നത്? അവൻ കടന്നുറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ കാലൊക്കെ കവച്ചു വെച്ചിങ്ങനെ മാക്ക് പോലെ മാക്കിൽ കിടക്കുന്ന കടന്നുറങ്ങുന്നത്. ഞാൻ വീട്ടിനകത്തോട്ട് ചെന്നിട്ട് ഒരു കുപ്പി പെട്രോൾ എടുത്ത് അവന്റെ 2 തുടയിലും അങ്ങ് ഒഴിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചിട്ടുള്ളൂ. ഒറ്റ ഓട്ടമായിരുന്നു. അവൻ എന്നെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടിയില്ലേ. ഓടി വണ്ണം കാരണം 2 തുടയും അങ്ങോട്ട് ഒരഞ്ഞിട്ട് അവിടെ തീ പിടിച്ചിട്ട് അവൻ നിന്നങ്ങ് കത്തുമല്ലായിരുന്നു. അതിന് തെളിവില്ല. ആദ്യത്തെ കൊലപാതകം നടത്തിയ ആളാണ് ഞാന്. പിന്നെ നമുക്ക് ഇതിനകത്ത് വെറൈറ്റി വേണം. വെറൈറ്റി ആയിട്ട് വല്ലതും വെറൈറ്റി ഉണ്ടോ? ഇത് ഈ കത്തി എന്ന് പറഞ്ഞാൽ വെറൈറ്റി കത്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കത്തി എന്നോട് നിർത്തണം. അതെന്തിനാ? അപ്പൊ എനിക്കൊരു അസ്തത്തിന് ആവശ്യമുണ്ട്. ഒരു പ്രശ്നത്തിനായ ഗുണ്ടയുടെ മുന്നിൽ വന്നിരുന്ന് ചീഞ്ഞ വാളിപ്പടിക്കുന്നോടാ. അടിക്കാനാ വേണ്ടത്? അടിക്കാണെന്നോ? ഞങ്ങൾ ഗുണ്ടകളുടെ സെറ്റപ്പ് അങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ വന്ന് ചീഞ്ഞ വാളിപ്പടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ അടിച്ചിരിക്കും. നിങ്ങളുടെ ടീമാണ് അവരൊക്കെ? ഞങ്ങളുടെ ശിഷ്യന്മാരാണ് 3 പിന്നെ എന്റെ കിടക്കാണ്. പക്ഷെ നിങ്ങളുണ്ട്. പക്ഷെ അവര് പാവങ്ങളാണ്. നീ അങ്ങനെ പറഞ്ഞ? ഞാൻ ഇത്രയും തൊണ്ട പൊട്ടി ചോര തുപ്പി കോമഡി കാണിച്ചിട്ട് അവരെ അടിക്കുന്നില്ലല്ലേ? നീ അങ്ങനെ പറയൊന്നും വേണ്ട. അവർ ഇടയ്ക്കുമ്പോഴേക്കും ഒക്കെ അടിക്കുന്നുണ്ട്. മക്കളെ അടിച്ചു കൊടുത്തേക്കണ. അങ്ങനെയാണെങ്കിൽ ദൈവം അവർ മുറ്റ ഗുണ്ടകളായിരിക്കണേ. അതെന്തിനാ? ചന്നാവിനെ അടിച്ചെല്ലാം രക്ഷിക്കുമല്ലോ. ചേട്ടാ, അതപ്പോ നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ടൂൾസ് എങ്ങനെയാണ്? ടൂൾസ് എന്ന് പറയാൻ നമ്മൾ കൈ കൊണ്ടു പിന്നെ നമ്മൾ കൈ കൊണ്ടു. എന്റെ പൊന്നേട്ടാ, ടൂൾസ് കൈക്കൊണ്ട് കഴിഞ്ഞാൽ പോലീസ് പിടിക്കത്തില്ലേ? എന്തിനാ? ഞാനിപ്പോ എന്റെ ഒരു ടൂൾസ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. എന്റെ അമ്മേനെ കണ്ടില്ല. ഞാൻ കാണിച്ചു. നമ്മൾ ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നേരെ ചെന്നിട്ട് അവന്റെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കിയിട്ട് നേരെ വന്നിട്ട് ടൂൾസ് ഇങ്ങനെ അത് പോയാ പോക്കണ്ടാ. എന്റെ പൊന്നു ദൈവമേ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമുള്ള താരത ഉരുത്തെറിച്ച് പോയായിരിക്കും ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. നീ എന്താണ് പേടിക്കുന്നത്? എന്റെ പൊന്നെ, അന്നേ തിരാട്ടുകാരനോട് അതിന് പേടിയില്ല. പക്ഷെ എനിക്ക് അത് ആൾക്കാർ വരുമ്പോ എറിയാൻ വെച്ചിരിക്കുന്ന കൈബോംബാണ്. അത് എടുത്തോണ്ട് വച്ചല്ലേ അവിടുന്ന്. പിന്നെ നീ എല്ലാം വിചാരിച്ചേ ഇത് കൈബോംബായിരുന്നു? പിന്നെ അല്ലാണ്ട് ഞാൻ വിചാരിച്ച ആശാലി ആവശ്യത്തിന് വാളൂരിപ്പറിച്ചില്ലേ? അപ്പൊ ആശാലി ഏതാണ്ട് സംഭവം ഊരി പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. വെട്ടി വരുത്തിയോളെ ഞാൻ പറയാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള വേറെ വല്ല കത്തികളും സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടൂൾസ് എടുത്തപ്പോഴത്തേക്ക് നീ എന്റെ ടൂൾ കണ്ടായിരുന്നു? ചെറുതായിട്ട് ഒരു മില്ലായം പോലെ കണ്ട്. അങ്ങനെയാണ് ഞാൻ ടൂൾസ് എടുക്കുന്നു, പ്രയോഗിക്കുന്നു, പെട്ടെന്ന് ഞാൻ എസ്കേപ്പ് ആവുന്നതാണ്. പിന്നെ അങ്ങനെയാണ്. വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കത്തിയോ? വെറൈറ്റി ആയിട്ട് വേറൊരു കത്തിയുണ്ട്. വെറൈറ്റി ആയിട്ട് വേറെ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കത്തി ഇപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ആ കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കാണാതെ അവൻ അടക്കത്തില്ല. പിന്നെ കത്തി എവിടെയെന്ന് പറ? കത്തി ബ്ലഡ് ബാങ്കിൽ വെച്ചിരിക്കുക. അതാകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ചോര ഉണ്ടല്ലോ. അത് കണ്ടോട്ട് അവൻ അടങ്ങി ഒടുങ്ങി അവിടെ ഇരുന്നോളൂ. ഭയങ്കര കത്തി തന്നെ. ആ കത്തിയേ ചേട്ടാ, ഈ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഞാൻ കളരിക്ക് ചേട്ടാ, ഞാൻ അതല്ലെന്ന് ചോദിച്ചത്. ചേട്ടൻ ഈ വാള് ഊരി ഓക്കെ. അപ്പൊ ഈ പാന്റ് എങ്ങനെയാ ഊരിയത്? പാന്റ് ഊരി പോയത് പിന്നെ ഊരി പോയപ്പോ അങ്ങനല്ല. കാരണം എന്നാന്ന് വെച്ചാൽ എന്റെ പേരെന്ന് പറഞ്ഞാല് എന്റെ പേരാണ് മണി. ഞാൻ വെറും മണിയല്ല, പാമ്പ് മണി. പാമ്പിന്റെ ഉപയോഗ പ്രശ്നമാണ് എന്താണ്? ശത്രുക്കൾ വരുമ്പോ പെട്ടെന്ന് പട ഉരിച്ചിട്ട് അവനെങ്ങനെ രക്ഷപ്പെടും എന്ന് പറഞ്ഞാണ് കളി. എന്റെ ശത്രുക്കൾ ആരെങ്കിലും വരുമ്പോ ഞാൻ ഈ പാന്റെ പിടുത്തം കൊടുക്കും, ഇത് അങ്ങോട്ട് ഊരിയിടും, ഞാൻ എസ്കേപ്പ് ആവും. അപ്പൊ ഒരാൾ വന്ന് പിടിക്കുമ്പോ ഈ പടം പൂരി. അപ്പൊ രണ്ടാമത് വേറെ ആളൊന്ന് പിടിക്കാൻ എന്ത് ചെയ്യും? പിന്നെ
ഇനി പടം പൊഴിക്കരുത്. റേറ്റിംഗ് കൂടി TV അടിച്ചു പോകും. എന്റെ പൊന്നി ചേട്ടാ അതല്ലെന്ന്. നിങ്ങൾ ഈ കൊട്ടേഷൻ ഫീൽഡിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്. കളരി പഠിച്ചപ്പോ ഭയങ്കര മനോധൈര്യമില്ല. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊട്ടേഷന് പോകാമല്ലോ. കളരി പഠിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് അടവുകളാണല്ലേ? പിന്നെ കടകം, മറുകടകം, തിരുകടകം, പൂഴിക്കടകം, പിന്നെ അശോകനും. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം തോന്നുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അല്ല, മോഹൻലാലിന്റെ പടത്തിനകത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ വെട്ടിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വെട്ടുമ്പോ 5000 രൂപ. പിന്നെ കൈ വെട്ടിയെടുക്കുന്നതിന് 25000, കാല് വെട്ടിയെടുക്കുന്നതിന് 75000. പക്ഷെ തല വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ തരണം പോലെ. ഒരു കാര്യം ചെയ്യും, തല വെട്ടിക്കോ, പക്ഷെ എടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ. ഒരു പ്രശസ്തനായ ഗുണ്ടയുടെ മുന്നിൽ വന്നിരുന്നു മണ്ടത്തരകൾ പറയുന്നോടാ മണ്ട. ഇനിയാണ് അതിനകത്ത് എടുത്തത്. അയ്യോ സോറി, ക്ഷമിക്കണം, എന്റെ ഒരു അബദ്ധം പറ്റിപ്പോ. ക്ഷമിക്കേ. അബദ്ധം പറ്റിപ്പോയി. എടാ, നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന തല നമ്മൾ അവിടെ നിർത്തില്ലെങ്കിൽ അത് പിന്നെയും കിളിച്ചു വരത്തില്ലേ? ഇല്ലടാ, ഇത് അസാധ്യ ഗുണ്ടെന്നാണ് കേട്ടോ. അതേ പോട്ടെ, നമ്മൾ ഈ കൊട്ടേഷനായിട്ട് ചേട്ടൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ചേട്ടൻ ആരെങ്കിലും ചേട്ടനെ അടിക്കാൻ വന്നത്, ഇനി സിനിമയ്ക്കാന്ന് പറയുന്ന നായകനും ഫൈറ്റ് ഉണ്ട്. അപ്പം അടിക്കാൻ വന്നതിന് അങ്ങനെ നമുക്ക് തടയാൻ പറ്റും. എന്നെ ഒരാൾ അടിക്കാൻ വരും. എന്നെ ഒരാൾ അടിക്കാൻ വരും. അപ്പം അവനാണ് നീ. നീ അടിക്കാൻ ഞാനാണ്. ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അനങ്ങത്തില്ല. വരുമ്പോ നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവൻ അനങ്ങത്തില്ല. ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവ ഈ തലകൊണ്ടിരിക്കാൻ വന്നാലോ? ഇങ്ങനെ പിടിച്ച് അവന്റെ ഇവിടോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അവൻ അനങ്ങിയല്ല മോനെ. ഇപ്പൊ മൊത്തത്തിൽ ലോക്കാക്കി വെച്ചിരിക്കും ഞാനിപ്പോ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ് അവന്റെ ഈ ഇടത്തെ കൈ ഫ്രീ അല്ലേ? അപ്പൊ അവൻ ആ കൈ വെച്ച് ഇങ്ങനെ ഒരു പിടി പിടിച്ചാലോ? അയ്യോ, എന്റെ 50 വർഷത്തെ ഗുണ്ടാ ജീവിതത്തിലെ ഈ പിടി ഞാൻ ആദ്യമായിട്ടാ പിടിപ്പിക്കുന്നത്. എന്റെ പൊന്നുമോനെ, അവനോട് പറഞ്ഞിട്ട് ആ പിടി എന്ന് പിടിച്ചേടാ. പിടിക്കണം, പിടിച്ച്. അയ്യോ,